ഹായ് ഫ്രണ്ട്സ്, ഉഷസ് പാരഡൈസ് ഫോർ ആനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് കാരണം എൻ്റെ ഇവിടെ ഇപ്പോൾ റെസ്ക്യൂ വളരെ കൂടുതലാണ്. പൂച്ച കുട്ടികൾ ഒരു 10 2 മുറിയിലായിട്ടുണ്ട്. പുറത്തും 10-20 പൂച്ചയുണ്ട്. അപ്പോൾ ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് ചെള്ള്, ടിക്ക് ഇതിൻ്റെയൊക്കെ ഒരു സീസണാണ്. അപ്പോൾ ഈ പട്ടിയുടെ ദേഹത്തുള്ള ചെള്ള് പൂച്ച കുഞ്ഞുങ്ങളെയും കടിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ടിക്ക് ഫീവറിന് ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഡോഗ്സും അതെ. അപ്പോൾ ഞാൻ ഇപ്പോൾ പലവിധമായ അസുഖങ്ങളാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാനും ഇവരെ നോക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇത്രയും പേരെയും 10-22 പൂച്ചയും അതുപോലെ തന്നെ 10-22 പട്ടികളും ഉണ്ട്. പിന്നെ വരുന്ന റെസ്ക്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ വളരെ ടയേർഡാണ്. ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ്. എനിക്കിപ്പോൾ റെസ്റ്റ് വേണ്ട സമയമാണ്. എന്നാലും ഒട്ടും റെസ്റ്റ് ഇല്ലാതെ എനിക്കിവരെ ഡെയിലി ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വോളണ്ടിയറായിട്ട് മൃഗസ്നേഹികളായിട്ടുള്ള ഒരു ഡോഗ്സിനെയൊക്കെ ഷെൽട്ടറുകളിൽ അവരെ നോക്കാനായിട്ട് പോകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ മൃഗസ്നേഹികളായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് എൻ്റെ പെറ്റ്സിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കിപ്പോൾ ഏത് വിധത്തിലും എൻ്റെ വ്യക്തിപരമായ കാര്യമായാലും മൃഗങ്ങളുടെ കാര്യമായാലും ഫിനാൻഷ്യലി ആയാലും ആരോഗ്യപരമായും വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്തുവിധ സഹായവും എനിക്ക് ആവശ്യമായ സമയമാണ്. എങ്കിലും എൻ്റെ പെറ്റ്സിനെ ഒന്ന് പരിചരിക്കാൻ കുറച്ച് സമയം അവരുടെ കൂടെ ചിലവഴിക്കാൻ താല്പര്യമുള്ള, അവരോട് സ്നേഹമുള്ള മൃഗസ്നേഹികളായ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ദയവേത് കോണ്ടാക്റ്റ് ചെയ്യുക. അത്രയ്ക്കും ഒരു വയ്യാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ പെറ്റ്സിന് ശരിയായ പരിചരണം കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വോളണ്ടിയറായിട്ട് അങ്ങനെ പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദയവേത് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിരിക്കാം. അതിൽ വിളിക്കുക. സ്ഥലം എല്ലാം ഞാൻ പറഞ്ഞു തരാം. ആരെങ്കിലും എൻ്റെ ഞാൻ വളരെ താഴ്മയോടെ റിക്വസ്റ്റ് ചെയ്യാണ്. അത്രയ്ക്കും വയ്യാത്തൊരവസ്ഥ. എനിക്ക് ശരിക്കും ഞാൻ ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ഒരു ടൈമാണ്. പക്ഷേ എനിക്ക് അതിന് കഴിയുന്നില്ല. അതിന് ഞാൻ ദിവസവും വീക്കായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക.